أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലാണ് 34ാമത്തെ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളാക്കി നമ്മെ ജീവിപ്പിച്ച്, വിശുദ്ധ ഖുർആനിൻ്റെ മുഹിബ്ബീങ്ങളായി നമ്മെ മരിപ്പിച്ച്, വിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്താൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. പാരായണം ചെയ്യാൻ പ്രത്യേകമായ നിയമങ്ങളുണ്ട്, തജ്വീദ്. ആ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്താൽ മാത്രമേ അത് വിശുദ്ധ ഖുർആൻ ആവുകയുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തജ്വീദ് പാലിച്ചുകൊണ്ടുള്ള ഒരു പാരായണം, അതാണ് ഒരു ഖത്മ്, അതാണ് നമ്മൾ തീർക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി സന്തോഷത്തോടുകൂടി ഈ ഖത്മ് പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ സാദാത്യങ്ങളുടെ, നമ്മുടെ ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വളരെ മൂല്യമുള്ള വിലപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് സ്വന്തമാക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. തജ്വീദിൻ്റെ നിയമങ്ങൾ അല്പാൽപ്പം പറഞ്ഞ് പഠിച്ച് കൊണ്ടുള്ള ഒരു പാരായണമാണ് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. നമുക്ക് സൂറത്തുൻ നിസാ അതാണല്ലോ ഓതാനുള്ളത്. 14 ആയത്തുകൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി. ഇന്ന് 15ാമത്തെ ആയത്ത് മുതലാണ് ഓതുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഓതുമ്പോൾ സ്ക്രീനിൽ കയ്യിൽ മുസ്ഹഫ് ഉണ്ടായാൽ വളരെ നന്ന്, ഇല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ എഴുത്തും പാരായണവും എല്ലാം നോക്കി ഓതണം. ഓതാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ റൂമിൽ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്, എന്നാലും അല്ലെങ്കിൽ മക്കളോടുകൂടെ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ടവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഓതണം. അപ്പോഴാണ് നമുക്ക് ആ വാക്ക് ഓതി പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. പറയേണ്ടതില്ല, എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഉണർത്തിയെന്ന് മാത്രം. നമുക്ക് തുടങ്ങാം. 15ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസാഇകും فاستشهدوا عليهن 4 منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. واللذان يأتيانها منكم فآذوهما
فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما اللهم لا تجعلنا منهم. ഓക്കെ, 15-ാമത്തെ ആയത്ത് തുടങ്ങിയത് വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസാഇകും വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസാഇകും. ശദ്ദുള്ള നൂന് കാണുന്നില്ലേ? ഉണ്ട്. മദ്ദിൻ്റെ ചിഹ്നം കാണുന്നില്ലേ? നിസാഇകും. അവിടെ രണ്ടും ശ്രദ്ധിക്കണം. ഫസ്തശ്ഹിദൂ അലൈഹിന്ന അർബഅതം മിൻകും. അവിടെ ഫസ്തശ്ഹിദൂ എങ്ങനെയാ? ഫസ്തശ്ഹിദൂ എന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്തശ്ഹിദൂ. ആരോ അവിടെ ഫസ്തശ്ഹി പറഞ്ഞോ? ഹ ഇല്ലല്ലോ, ഇല്ല. ഫസ്തശ്ഹിദൂ അലൈഹിന്ന, പിന്നെ അർബഅതം മിൻകും കും. ഫഇൻ ഷഹിദൂ ഫഅംസികൂഹുന്ന ഫിൽ ബുയൂതി ഹത്ത. എങ്ങനെ? ഫഅംസികൂഹുന്ന ഫിൽ ബുയൂതി ഹത്താ യതവഫാഹുന്നൽ മൗതു ഔ യജ്അലല്ലാഹു ലഹുന്ന സബീലാ. ശദ്ദുള്ള അലൈഹിന്ന ഉണ്ട് ഇവിടെ, ഫഅംസികൂഹുന്ന ഉണ്ട്, ഹത്താ യതവഫാഹുന്ന ഉണ്ട്. അതിൻ്റെ പുറമെ ഔ യജ്അലല്ലാഹു ലഹുന്ന. അല്ലേ? ശദ്ദുള്ള ധാരാളം നൂനുകളുണ്ട്. ശദ്ദുള്ള നൂനുകളൊക്കെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട് അല്ലേ? നൂനിനു മേലെ ശദ്ദ് കൊടുത്താൽ ഇന്ന കുന്ന മിന്ന ഓതിരണേ. ഇന്ന കുന്ന മിന്ന ഓതരുതോതരുതതു പിഴവായിടുമേ. മറന്നില്ലല്ലോ? ഇല്ല, മറക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഹത്താ യതവഫാഹുന്നൽ മൗതു ഔ യജ്അലല്ലാഹു ലഹുന്ന സബീലാ. അടുത്ത ആയത്തിലേക്ക് നോക്കൂ. വല്ലദാനി യഅ്തിയാനിഹാ. എങ്ങനെ? വല്ലദാനി യഅ്തിയാനിഹ. യാഉം നൂനും കൂട്ടി ഒരുമിച്ച് ചേർത്ത് എഴുതി, എന്നിട്ട് ചെറിയൊരു അലിഫ് ഉള്ളിൽ കൊടുത്ത് ഓതലെങ്ങനെയാ? യഅ്തിയാനിഹ. അതാണ് ഖുർആനിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത. വല്ലദാനി യഅ്തിയാനിഹ മിൻകും ഫആദൂഹുമാ. വല്ലദാനി യഅ്തിയാനിഹ മിൻകും ഫആദൂഹുമാ ഫഇൻ താബാ വഅസ്ലഹാ. എങ്ങനെ? ഫഇൻ താബാ. അവിടെ വഇൻ അല്ല കേട്ടോ, ഫഇൻ താബ. ഇൻതാബ എന്താണാവോ? അതാവാൻ പാടില്ല. ഫഇൻ താബ ത വഅസ്ലഹാ ഫഅഅ്രിദൂ അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ. എങ്ങനെ?
ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ. إنما التوبة على الله للذين يعملون السوء بجهالة. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب. ثم يتوبون ബാക്കി എങ്ങനെയാണ് ഓതുക? സുമ്മ യതൂബൂന എല്ലാവരും. അതെ, മിൻ ഖരീബ് അല്ലാതെ മിൻ ഗരീബ് അല്ലല്ലോ, അല്ല. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. പിന്നെയോ وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഓതിക്കേ? ഖാല ഇന്നി. എങ്ങനെ ചില ആളുകൾക്ക് അവിടെ ഒരു സ്റ്റെക്ക് വന്നു അല്ലേ, എന്ത് ചെയ്യണം എന്നുള്ളത്. തുബ്തുൽ ആന. എങ്ങനെയാ? തുബ്തുൽ ആന. ശ്രദ്ധിക്കണം കേട്ടോ. വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമാ. ഇന്ന് നമ്മൾ ശരിക്കും നോക്കുക. ഇപ്പോൾ ഓതിയ എല്ലാവരും ശ്രദ്ധിക്കണേ. അദാബൻ അലീമ. ശ്രദ്ധിച്ചല്ലോ. ഈ അദാബൻ എന്ന ബഇൻ്റെ ഹർക്കത്ത് എന്താണ്? തൻവീൻ ഫത്ഹ്. ഈ തൻവീൻ ഫത്ഹിന് ശേഷം വന്ന ഹർഫ് ഏതാണ്? അലീമ എന്നതിലുള്ള ഹംസ വന്നു. ഉറപ്പല്ലേ? വന്നു. ഇങ്ങനെ തൻവീനിന് ശേഷം തൻവീൻ ഫത്ഹാവട്ടെ, തൻവീൻ കസ്റാവട്ടെ, തൻവീൻ ലൊമ്മാവട്ടെ, തൻവീൻ ഫത്ഹാകട്ടെ, കസ്റാകട്ടെ, ലൊമ്മാവട്ടെ, തൻവീനുകൾക്ക് ശേഷം ഹംസ വന്നാൽ ആ തൻവീനിനെ ക്ലിയറായി കേൾക്കണം. തൻവീനിനെ ക്ലിയറായി കേൾക്കുക എന്ന് പറഞ്ഞാലേ, നിങ്ങൾ നോക്കിയേ, തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് തൻവീൻ എന്ന് പറഞ്ഞാൽ? നോക്കിയിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ കേട്ടോ. തൻവീൻ എന്ന് പറഞ്ഞാൽ വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യം. തൻവീൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അതൊരു സുക്കൂനുള്ള നൂനാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പറഞ്ഞാൽ അതൊരു സുക്കൂനുള്ള നൂനാണ്. പദങ്ങളുടെ, കലിമത്തുകളുടെ, വേർഡുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണൂല, ഉച്ചാരണത്തിലുണ്ടാവും. അങ്ങനെയുള്ള സുക്കൂനുള്ള നൂനിൻ്റെ പേരാണ് തൻവീൻ. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ പദങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, വേർഡ് എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയും. ഓരോ പദം എന്ന് നമ്മൾ കേട്ടില്ല. പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനിൻ്റെ പേരാണ് തൻവീൻ. നിങ്ങൾ ശരിക്കും നോക്കി, സ്ക്രീനിലേക്ക് നോക്കി. കിതാബുൻ ഇല്ലേ? ഇതിലിപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട്? ശരിക്കൊന്ന് എണ്ണി നോക്കിയേ. 1 കാഫ്, 2 ടാ, 3 ആ ടാഇൻ്റെ ഫത്ഹിനെ നീട്ടാനുള്ള അലിഫ്. അലിഫൊരക്ഷരല്ലേ? കിതാ. 3 എണ്ണയില്ലേ? 1 കാഫ്, 2 ടാ, 3 അലിഫ്, 4 ബാ. അല്ലേ?
4 അക്ഷരങ്ങളുണ്ട് കിതാബുൻ എന്ന് പറഞ്ഞതിൽ. ഉറപ്പല്ലേ? ഉറപ്പാണെങ്കിൽ മാത്രം മൂളിയാൽ മതി. കിതാബുൻ എന്നതിൽ 4 അക്ഷരമുണ്ട്. 1 കാഫ്, 2 ത, 3 അലിഫ്, 4 ബ. ഓക്കെ, ഇതെന്താ വായിക്കുക? കിതാബുൻ. ഇനി ഇതെന്താ വായിക്കുക? ഇതെന്താ വായിക്കുക? കിതാബുൻ. കിതാബുൻ. നോക്കിയേ, ഇത് രണ്ടും വായന ഒന്നാണ്. കിതാബുൻ, 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 കിതാബുൻ. ഇത് നോക്കിയേ, കിതാബൻ, കിതാബൻ. ഇതോ കിതാബൻ. രണ്ടും വായന ഒന്ന്. നോക്കിയേ, ഇതോ കിതാബിൻ, കിതാബിൻ, കിതാബുൻ, കിതാബുൻ, കിതാബൻ, കിതാബൻ, കിതാബിൻ, കിതാബിൻ. സെയിം വായന. ഓക്കെ അല്ലേ? നമുക്കും ഉടനെ വരാം. ഓക്കെ, കിതാബുൻ, കിതാബുൻ. വായന രണ്ടും ഒന്നാണ്. ഇവിടെ ആദ്യത്തെ പദത്തിൽ നമ്മൾ തൻവീൻ ലൊമ്മാണ് എഴുതി കൊടുത്തത്, കിതാബുൻ. രണ്ടാമത്തേതിൽ തൻവീൻ എഴുതാതെ ഒരു ലൊമ്മും ഒരു നൂനുമാണ് കൊടുത്തത്, സുക്കൂനുള്ള. അല്ലേ? അറബി ഭാഷയുടെ ഒരു നിയമമാണത്. ഇങ്ങനെ തൻവീൻ ലൊമ്മ് വരുന്നിടത്ത്, ഇങ്ങനെ നൂൻ വരുന്നിടത്ത് നൂൻ എഴുതണ്ട, ഒരു ലൊമ്മും കൂടെ കൊടുത്താൽ മതി. അർത്ഥത്തിൽ രണ്ടും ഒന്നാണ്. കിതാബൻ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നൂൻ എഴുതേണ്ടതില്ല, ബിൻ്റെ മേലെ ഒരു ഫത്ഹ കൂടെ കൊടുത്താൽ മതി. ഈ ക്ലാസ് കേൾക്കുന്നതിൽ മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും കുട്ടികളും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. മുതഅല്ലിമീങ്ങൾ ഈ വിഷയം നന്നായി കൂടുതൽ പഠിക്കണം. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലായി എന്ത്? തൻവീൻ എന്ന് പറഞ്ഞാൽ എഴുത്തിൽ കാണാത്ത ഒരു നൂനാണ് എന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇത് മനസ്സിലായാലേ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ നമ്മുടെ ഈ ഖത്മ് തീരുന്നത് വരേക്കുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ തൻവീൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന, അവസാനത്തിലേ തൻവീൻ ഉണ്ടാവുള്ളൂ. വേർഡുകളുടെ പദങ്ങളുടെ അവസാനത്തിൽ എഴുത്തിൽ കാണാത്ത സുക്കൂനുള്ള നൂനാണ്. മനസ്സിലായി? മനസ്സിലായി? മനസ്സിലായി. ഇത് മനസ്സിലാക്കിയല്ലോ? ആക്കി. ഇനി നോക്കി, നമ്മളിപ്പോൾ ഓതിയ അദാബൻ അലീമ എന്നുള്ളിടത്ത്, അദാബൻ അലീമ, അവിടെ ബൻ തൻവീൻ ഫത്ഹാണ് ഉള്ളത്. ഉച്ചാരണത്തിൽ നമ്മൾ പറയുന്നത് തൻവീൻ ഫത്ഹ് ഒരു സുക്കൂനുള്ള നൂനായിട്ടല്ലേ? അദാബൻ ബൻ 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 ബൻ. ഇങ്ങനെ തൻവീനുകളുടെ ശേഷം ഹംസ വന്നാൽ, ഹംസ വന്നാൽ ആ തൻവീനാകുന്ന നൂനിനെ, ആ തൻവീനാകുന്ന നൂനിനെ, അതായത് തൻവീനിനെ വ്യക്തമായി ഉച്ചരിക്കണം. വ്യക്തമായി ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ തൻവീൻ തൻവീനായിട്ട് പറയണം. അദാബൻ അലീമ എന്ന് പറയണം. അദാബൻ ബൻ ബൻ എന്ന് പറയണം. ഹംസ വന്നാൽ, വേറെ ചില അക്ഷരങ്ങൾ വന്നാൽ വേറെ രൂപത്തിലാണ് വായിക്കുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. മനസ്സിലാവുണ്ടോ? തൻവീനിന് ശേഷം ഹംസ വന്നാൽ ആ തൻവീനിനെ, അതായത് സുക്കൂനുള്ള നൂനിനെ, സുക്കൂനുള്ള നൂനിനെ വ്യക്തമായി എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ വായിക്കണം. തൻവീനിന് ശേഷം ഹംസ വന്നാൽ. ചില സ്ഥലങ്ങളിൽ സുക്കൂനുള്ള നൂനിന് ശേഷവും വരും ഹംസ. അപ്പോഴും ഇങ്ങനെ തന്നെയാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം, തൻവീനിന് ശേഷം വന്നാൽ തന്നെ തൻവീനാകുന്ന നൂനിനെ ക്ലിയറായി വായിക്കണം നമ്മൾ പറഞ്ഞു, വ്യക്തമായി വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വന്നത് സുക്കൂനുള്ള നൂനാണെങ്കിലോ ഏതാണെങ്കിലും അങ്ങനെ തന്നെ. ഈ ഉദാഹരണം നോക്കി, വമൻ ഔലമു, അല്ലേ? വമൻ ഔലമു, വമൻ സുക്കൂനുള്ള നൂന് കാണുന്നില്ലേ? വമൻ ഔലമു, ഔലമു, വമൻ വമൻ. ഇപ്പം എന്തു മനസ്സിലായി?
ഇത് മനസ്സിലായി. ഏത് മനസ്സിലായി? സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഹംസ വന്നാൽ നൂനിനെയും തെൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ആ നൂനിനെ നൂനായിട്ട് തന്നെ പറയണം. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറയട്ടോ. സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം, തെൻവീൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂൻ തന്നെയാണ്. ഹംസ വന്നാൽ ആ നൂനിനെയും തെൻവീനിനെയും ഒന്നും ചെയ്യാനില്ല, നൂനിനെ നൂനായിട്ട് തന്നെ വായിക്കുക, തെൻവീനിനെ തെൻവീനായിട്ട് തന്നെ, അതായത് സുക്കൂനുള്ള നൂനായിട്ട് തന്നെ വായിക്കുക. അതിന് വ്യക്തമാക്കി പറയുക എന്നാണ്, വെളിവാക്കി വായിക്കുക. അറബിയിൽ അതിന് ഇൽഹാർ ചെയ്യുക എന്ന് പറയും. ഇത് നിർബന്ധമായൊരു നിയമമാണ്. നിർബന്ധമായൊരു നിയമമാണ്. ഇതെങ്ങാനും ഒരാൾ ഈ പറഞ്ഞ നിയമം ലംഘിച്ച് തെറ്റിച്ചു വായിച്ചാൽ ഹറാമിൻ്റെ തന്നെ കുറ്റം വരുന്ന തെറ്റാണ്. അറിയോ നിങ്ങൾ? അപ്പോൾ നമ്മളൊക്കെ ഓതുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഉസ്താദെ ഓതാറുള്ളത്? എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് പറയാൻ മാത്രം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ഇൽഹാർ ചെയ്യേണ്ട സ്ഥലത്ത് ഇൽഹാർ ചെയ്യാതെ ഓതുന്ന ഒരുപാട് ആളുകളുണ്ട്. പറ്റൂല. ഞാനൊരു ഉദാഹരണം പറയട്ടോ, എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റിയൊരു ഉദാഹരണം. ഇത് നോക്കിയേ നിങ്ങൾ, ഇത് നോക്കി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലേ? കുഫുവൻ അഹദ്. ഇവിടെ വാവിന് തൻവീൻ ഫത്ഹില്ലേ? കുഫുവൻ തൻവീൻ ഇല്ലേ? ഉണ്ട്. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനാണ്, നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ തൻവീന് ശേഷം വന്ന അക്ഷരം ഏതാണ്? അഹദിൻ്റെ അ, അല്ലേ? അപ്പോൾ ആ തൻവീനാകുന്ന നൂനിനെ കുഫുവൻ കുഫുവൻ അങ്ങനെ പറഞ്ഞ് അഹദ് വേറെ പറയണ്ടേ? വേറെ പറയാന്ന് പറഞ്ഞാൽ അ വ്യക്തമായി ആയാവണം. കുഫുവൻ എന്ന സുക്കൂനുള്ള നൂൻ അങ്ങനെയാവണം. കുഫുവൻ അഹദ് പറയണം. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ കുറേ ആളുകൾ ഓതുന്നത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ? നോക്കി, വലം യകുല്ലഹു കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്. ഇതാ ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കി, ഇങ്ങനെ ഓതുന്നു കുറേ ആളുകൾ, കുഫുവൻ അഹദ്. നിങ്ങൾക്ക് മനസ്സിലായോ? കുഫുവൻ അഹദ് എന്നുള്ളിടത്ത് വാവിന് തൻവീൻ ഫത്ഹാണുള്ളത്. തൻവീനിന് ശേഷം ഇവിടെ വന്ന അക്ഷരം അഹദിലെ അ ആണ്, ഹംസ ആണ്. അപ്പോൾ ഈ തെൻവീനിന് ശേഷം ഹംസ വന്നതുകൊണ്ട് തെൻവീനിനെ തെൻവീനായിട്ട് തന്നെ പറഞ്ഞ് അഹദിൻ്റെ അ വേറെ കേൾക്കണം. കുഫുവൻ അ പറയണം. കുഫുവൻ അ അ അ അ അ. അങ്ങനെ പറയാതെ കുറേ പേര് പറയുന്നത് കുഫുവൻ അഹദ് എന്ന് ഇങ്ങനെയാണ്. ഇത് മഹാ തെറ്റാണ്. കുഫുവൻ അഹദ് അല്ല, അങ്ങനെ ഖുർആനിലില്ല. അതിനാണ് നമ്മൾ ഇത്രയും സമയം എന്ത് ചെയ്തത്? ഇത് ഉദാഹരണ സഹിതം പറഞ്ഞത് മനസ്സിലാക്കിയത്. കുഫുവൻ അഹദ്, വലം യകുല്ലഹു കുഫുവൻ അഹദ് വേണം. അല്ലാതെ വലം യകുല്ലഹു കുഫുവൻ അഹദ് പറ്റൂല, പറ്റൂല. എന്തെങ്കിലും വല്ല വകുപ്പും ഇല്ല? ഒരു വകുപ്പുമില്ല. കുഫുവൻ അഹദിന് വകുപ്പില്ല. ഖുർആനല്ലേ ഇത്? അപ്പോൾ ശ്രദ്ധിക്കുക, തൻവീനിന് ശേഷം ഹംസ വന്നാൽ ആ തൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അപ്പോൾ അതിന് ശേഷമുള്ള അ ക്ലിയറായി കേൾക്കണം. അല്ലാതെ കുഫുവൻ അഹദ് പറ്റൂല. ഇപ്പം നമ്മൾ ഓതിയ അദാബൻ അലീമ, അദാബൻ അലീമ, ഇവിടെ അങ്ങനെ തന്നെ ഓതണം. അദാബൻ അലീമ, അദാബൻ അലീമ. അലീമൻ്റെ അ അ അ ശരിക്കും കേൾക്കണം. ഇങ്ങനെയല്ലാതെ അദാബൻ അലീമ, അദാബൻ അലീമ, നലീമ, അദാബൻ അലീമ, ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമ, ബൻ അലീമ, ബൻ അലീമ, ബൻ അലീമ, ബന്ന്.
എന്താണ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒഴിവായി പോയാൽ വലിയ മാരകമായ, ഗുരുതരമായ, അപകടകരമായ, അത്രയും പറയാൻ കഴിയുള്ളൂ, കുറ്റം കിട്ടുന്ന, ശിക്ഷ ലഭിക്കുന്ന ഒരു വിഷയമാണിത്. ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, തൻവീനിൻ്റെയോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെയോ ശേഷം ഹംസ വന്നാലാണ് ഇങ്ങനെ പറയേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഹംസ വന്നാൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഓതിയ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നോക്കിയാൽ നിങ്ങൾ, അലീമൻ ഹകീമ, അലീമൻ ഹകീമ, അലീമൻ ഹകീമ, മൻ തൻവീൻ ഫത്ഹ്, ശേഷം വന്നത് ഹകീമ, ഹ. അതുകൊണ്ട് അലീമൻ ഹകീമ, അലീമൻ, മൻ 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 മൻ, അങ്ങനെ തന്നെ കേൾക്കണം. ഓവറായിട്ട് അലീമൻ ഹകീമ പറ്റൂല. ഒരു സാധാരണ നൂനിന് എത്രയാണോ വേണ്ടത് അത്ര, അലീമൻ ഹകീമ. ഇപ്പോൾ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ഹംസ വന്നാൽ അങ്ങനെ പറയണമെന്ന് നമ്മൾ പഠിച്ചു. ഹ വന്നാലും അങ്ങനെ തന്നെ പറയണം. ഹ വന്നാലും നൂനും തൻവീനും വ്യക്തമായി കേൾക്കണം. ഇനി നോക്കിയേ നിങ്ങൾ, ഹ വന്നാലും അങ്ങനെ തന്നെയാ, ഹ വന്നാലും അങ്ങനെ തന്നെയാണ്. അൻഹും, ഓക്കെ, അൻഹും, സുക്കൂനുള്ള നൂൻ ശേഷം ഹ വന്നു, അൻഹും. ഇത് നോക്കിയേ, കുല്ലൻ ഹദൈന, കുല്ലൻ ഹദൈന, കുല്ലൻ തൻവീൻ വന്നു, ശേഷം ഹ വന്നു. അതുകൊണ്ട് കുല്ലൻ ഹദൈന അല്ലേ. സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നാലും അങ്ങനെ തന്നെയാ. മിൻ ഹൈസു, എങ്ങനെയാ, മിൻ ഹൈസു, മിൻ ഹൈസു, മനസ്സിലായില്ലേ, മിൻ ഹൈസു. ഇനി ഐൻ വന്നാലും അങ്ങനെ തന്നെ, ഐൻ വന്നാൽ, ഐൻ വന്നാൽ മിൻ അലഖ്, മിൻ അലഖ്, അല്ലാതെ മിന്നലക്ക്, മിന്നലൊന്നുമില്ല, അതൊക്കെ വേറെ സാധനങ്ങളാണ് മിന്നൽ. മിൻ അലഖ്, മിൻ അലഖ്, മിൻ അലഖ്. ഐൻ വന്നാലും അങ്ങനെ തന്നെയാ. തൻവീന് ശേഷം ഐൻ വന്നാലും അങ്ങനെ തന്നെയാ. യൗമ ഇദിൻ അനിൻ നഈം, യൗമ ഇദിൻ അനിൻ നഈം. ഗൈൻ വന്നാലും ഇങ്ങനെ തന്നെയാ. മിൻ ഗഫൂരിൻ, മിൻ ഗഫൂരിൻ. ഓക്കെ, തൻവീന് ശേഷം ഗൈൻ വന്നാലും ഇങ്ങനെ തന്നെയാ. മാ അൻ ഗദഖ, മാ അൻ ഗദഖ. ഖ വന്നാലും ഇങ്ങനെ തന്നെയാ. ലിമൻ ഖശിയ, ലിമൻ ഖശിയ, ലിമൻ ഖശിയ, മൻ മൻ. തൻവീന് ശേഷം ഖ വന്നാലും ഇങ്ങനെ തന്നെയാ. അലീമുൻ ഖബീർ, അലീമുൻ ഖബീർ. പ്രശ്നമായോ? ഇല്ല, പ്രശ്നമാകാൻ പറ്റൂല. വളരെ സിമ്പിളാ. കേട്ടോട്ടാ, സാക്കിനായ നൂനിൻ്റെയോ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ പറയണ്ടോ. സാക്കിനായ നൂനിൻ്റെയോ പറയൂ, തൻവീനിൻ്റെയോ ശേഷം ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, 6 അക്ഷരങ്ങൾ. സ്ക്രീനിൽ നോക്കി, ഈ 6 അക്ഷരങ്ങൾ. ഹംസ് ഉണ്ട്, ഹ ഉണ്ട്, ഐനുണ്ട്, ഹ ഉണ്ട്, ഗൈനുണ്ട്, ഖ ഉണ്ട്. ഈ 6 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ, എവിടെ വന്നാൽ, സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം, ഇൽഹാർ ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് വളരെ നിർബന്ധമായ നിയമമാണ്. ലംഘിച്ചാൽ വലിയ കുറ്റകരമാണ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ, അതായത് സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം എന്താ പറഞ്ഞേ, ചിലപ്പോൾ പറയുന്നു സാക്കിനായ നൂനിൻ്റെയോ, ചിലപ്പോൾ പറയുന്നു സുക്കൂനുള്ള നൂൻ. രണ്ടും സെയിം, രണ്ടും ഒന്ന് തന്നെ കേട്ടാ. സാക്കിനായ നൂനിൻ്റെയോ എന്ന് പറഞ്ഞാലും ശരിയാണ്, സുക്കൂനുള്ള നൂനിൻ്റെയോ എന്ന് പറഞ്ഞാലും ഒക്കെ ശരി തന്നെയാണ്. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം
ഈ സ്ക്രീനിൽ കാണുന്ന ഈ 6 അക്ഷരങ്ങൾ ഈ 6 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. അതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. എന്താണ് ഇൽഹാർ? ഇനി ഈ പാട്ട് കൂടെ ഒന്ന് കേട്ട് നോക്കി. ഹൽഖിൻ ഹർഫുകൾ 6 അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹഉൻ ഹാഉൻ ഐനുൻ ഗൈനുൻ ഖാ എന്നിവയാണ്. ഒന്നുകൂടെ നമ്മൾ ഒരുമിച്ച്. ഹൽഖിൻ ഹർഫുകൾ 6 അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹഉൻ ഹാഉൻ ഐനുൻ ഗൈനുൻ ഖാ എന്നിവയാണ്. അതിൻ്റെ കൂടെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായല്ലോ? പഠിക്കുക. നോട്ട്ബുക്ക് ഉണ്ടാവൂലേ? കുറച്ച് കഴിഞ്ഞാലേ എല്ലാവർക്കും തജ്വീദിൻ്റെ കിതാബ് കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെ പിന്നെ പറയാൻ പോകുന്ന നിയമങ്ങളാണെങ്കിലും ഇപ്പോൾ തന്നെ നമ്മൾ അല്പാൽപ്പം പഠിച്ച് പോവുക. എന്നാൽ കിതാബ് കിട്ടുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവണം. മുത്തഅല്ലിമീങ്ങളും കുട്ടികൾ ഏതായാലും ഇത് എഴുതി വെക്കണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തദ്രീബിൻ്റെ 1ാമത്തെ ബാച്ചിൽ 4-5 ഡയറികളൊക്കെ മുഴുവനായി എഴുതിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് നന്നായി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തജ്വീദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തജ്വീദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖുർആൻ ഫാത്തിഹയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന എത്ര ആളുകളാണെന്നറിയോ? മാഷാ അല്ലാഹ്. ഫാത്തിഹ മാത്രമല്ല, സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും ചെറിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് എത്ര ആളുകൾക്ക് ഖിറാഅത്ത് സഹിഹാക്കി കൊടുത്തു, തെറ്റ് തിരുത്തി കൊടുത്തു. അപ്പോൾ പറഞ്ഞു വന്നത്, നല്ലൊരു ഡയറി, ഒരു നല്ല നോട്ട്ബുക്ക്, പേന. ഇനി ഈ ക്ലാസ് ഒന്നുകൂടെ കേട്ടിട്ടാണ്, 2 തവണ കേട്ടിട്ടാണ് ഇത് എഴുതുന്നത് എങ്കിൽ സൂപ്പറായി. എന്താണ് ഇൽഹാർ? എന്താണ് നൂനും തൻവീനും? ഏതക്ഷരങ്ങളൊക്കെയാണ്? ഈ 6 അക്ഷരങ്ങളുണ്ടല്ലോ, ഇൽഹാറിൻ്റെ 6 ഹർഫുകൾ. അതിന് ഹൽഖിൻ്റെ ഹർഫുകൾ എന്ന് പറയാറുണ്ട്. ഹൽഖിൻ്റെ ഹർഫുകൾ. ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട. ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന, തൊണ്ടയുടെ മേലെ അറ്റം, നടു, താഴെ അറ്റം. അതൊക്കെ നമ്മൾ പിക്ചർ കണ്ടുപഠിക്കും ഇൻഷാ അല്ലാഹിനി. അതിന് തൊണ്ടയിൽ നിന്ന് വരുന്ന ഹർഫുകളായതുകൊണ്ടാണ് ഹൽഖിൻ്റെ ഹർഫുകൾ. ഇൽഹാറിൻ്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഈ 6 ഹർഫുകൾ കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വിശദീകരിച്ചത് അദാബൻ അലീമ എന്ന ആയത്ത് വന്നപ്പോഴാണ്. ഓക്കെ, കുറച്ചുകൂടെ ഓതാം. നോക്കണേ. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا فلا تأخذوا منه شيئا أتأخذونه بهتانا وإثما مبينا وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا صدق الله العظيم. ഓക്കേ, ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇൽഹാർ എന്ന നിയമം ഇനി നമ്മൾ ഓതുന്ന ആയത്തുകളിൽ
വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതക്ഷരമാണ് നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വന്നത്, എങ്ങനെയാണ് അവിടെ ഇൽഹാർ ചെയ്തത് എന്നതാണ്. നമ്മൾ ആരും അങ്ങോട്ട് നോക്കില്ലല്ലോ, ശ്രദ്ധിക്കണേ. പിന്നെ നമ്മളൊരു നിയമം പഠിച്ചാൽ, ഇപ്പം നമ്മൾ പഠിച്ചു എന്താണ് ഇൽഹാർ. ഇനി 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ആ ഇൽഹാർ ശരിക്ക് പ്രാക്ടീസ് ചെയ്ത് ഓതി പഠിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അടുത്ത നിയമം പറയുക. അപ്പോൾ പഠിച്ച നിയമം ശരിക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ മറന്നു പോവില്ല. അതാണ് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പറഞ്ഞു പോവുമല്ല, നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവല്ല, പറഞ്ഞു പഠിച്ച നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ചിട്ട് അടുത്ത നിയമം പറയുന്നു. അങ്ങനെ തജ്വീദിൻ്റെ നമുക്ക് ആവശ്യമായ എല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് ഇൻഷാ അള്ളാഹ് റെഡിയല്ലേ എല്ലാവരും? ചില ആളുകൾ റമദാനിൻ്റെ തുടക്കത്തിൽ ഖുർആൻ ക്ലാസ് കേട്ട് ഇപ്പോൾ ആഴ്ചയിൽ 1 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ഷെയർ ചെയ്തിരുന്ന, നിങ്ങൾ അയച്ചു കൊടുത്തിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അയച്ചു കൊടുക്കാതിരിക്കുന്നുണ്ടോ? അത് പാടില്ല. ഇനിയാണ് നമ്മൾ കഴമ്പിലേക്ക്, അതായത് നിയമങ്ങളിലേക്കൊക്കെ വന്ന് ഓത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൽഹാർ എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ വിശദമായി പറയാനും പഠിക്കാനുള്ള നിയമങ്ങൾ ഇഷ്ടം പോലെ, 1, 2, 10, 100 അല്ല, ഒരുപാട്. അങ്ങനെയാണ് നമ്മുടെ ഈ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് നോമ്പിൻ്റെ തുടക്കത്തിൽ കേട്ടിരുന്ന ആളുകളൊക്കെ, നിങ്ങൾ അയച്ചു കൊടുത്തിരുന്നവർക്കൊക്കെ ഈ ക്ലാസ് അയച്ചു കൊടുത്ത് അവരെ ഓർമ്മപ്പെടുത്തി അവരിതിലേക്ക് തന്നെ വരുത്തണം. നോക്കി, നമുക്ക് ഇൽഹാർ ഉണ്ടോ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസു. സുക്കൂനുള്ള നൂനുണ്ട് അവിടെ, അൻ എന്ന് പറഞ്ഞിടത്ത്. സുക്കൂൻ എഴുതി കൊടുത്തിട്ടില്ല, ശരിയാ. പക്ഷേ അതിനുശേഷം ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങളിൽ ഒന്നല്ല. അതുകൊണ്ട് ഇവിടെ നിയമം വേറെയാണ്. അത് നമ്മൾ പിന്നെയാ പഠിക്കുക. ഇൽഹാർ അല്ലല്ലോ, അല്ല. അതുകൊണ്ട് ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇൽഹാറാണ് പഠിച്ചത്. പിന്നെ കർഹ എന്ന് പറഞ്ഞിടത്ത് തൻവീൻ ഉണ്ട്, അവിടെ നമ്മൾ നിർത്തി. ചേർത്തി ഓതുകയാണെങ്കിലോ വാവാണ്, ഹൽക്കിൻ്റെ ഹർഫല്ല, ഇൽഹാർ അല്ല. വേറൊരു നിയമമാണ്, നമ്മൾ അത് പിന്നെ പഠിക്കാം. എല്ലാ നിയമങ്ങളും കൂടെ ഇന്ന് പഠിച്ചാൽ പിന്നെ നാളെ നമുക്ക് പഠിക്കാൻ എന്താ, അത് പ്രയാസമാവും. അതുകൊണ്ട് തൻവീനു ശേഷം വാവാണ്, ഹൽക്കിൻ്റെ ഹർഫല്ല. വലാ തഅ്ദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന ഇല്ലാ അൻ യഅതീന. അവിടെയുണ്ട് നൂനിന് ശേഷം യാ വന്നത്, പോട്ടെ. ബിഫാഹിശത്തിൻ മുബയ്യിന, അവിടെയുണ്ട് തൻവീൻ, ശേഷം മീമാണ്, ഹൽക്കിൻ്റെ ഹർഫല്ല. മുബയ്യിനത്തിൻ വഅശിറൂഹുന്ന, ഹൽക്കിൻ്റെ ഹർഫല്ല. ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അലല്ലാഹു. അവിടെയൊന്നും എന്തല്ല, ഹൽക്കിൻ്റെ ഹർഫായ ഹൽക്കിൻ ഹർഫുകളാറാണ്, അവയിൽ വിധി ഇൽഹാറാണ്. ഹംസുൻ ഹാഉൻ ഹാഉൻ ഐനുൻ ഗൈനുൻ ഖാ എന്നിവയാണ്, ഇതിലൊരക്ഷരമല്ല. ഖൈറൻ കസീറ, അതും ഹൽക്കിൻ്റെ ഹർഫല്ല. വഇൻ അറദ്തും, ഓക്കെ, വഇൻ അറദ്തും ഇസ്തിബ്ദാല സൗജിൻ, അറദ്തും ഇസ്തിബ്ദാല ട്ടോ. സൗജിൻ മകാന, തൻവീൻ ശേഷം മീമാണ്, മകാന സൗജിൻ വആതൈതും, അവിടെയും ഹൽക്കിൻ്റെ ഹർഫല്ല. ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ അല്ല, ഫലാ തഅഖുദൂ മിൻഹു, കണ്ടോ, മിൻഹു. അതോ നമ്മളിപ്പോൾ ഓതിയതിൽ എവിടെയെങ്കിലും ഇൽഹാർ വരുന്നത് വിട്ടുപോയോ? പറഞ്ഞത് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. നമ്മളിപ്പോൾ ഓതിയ ഈ ആയത്തുകളിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയത്, ശ്രദ്ധിക്കാതെ പോയതുണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. മിൻഹു സുക്കൂനുള്ള നൂന് ശേഷം ഹാ വന്നു, അതുകൊണ്ട് മിൻഹു ഷൈആ. നോക്കി നിങ്ങൾ, ഷൈആ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ചേർത്തി ഓതുകയാണെങ്കിലോ ഷൈഅൻ അതഖുദൂനഹു, ഷൈആ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അലിഫിലാ നിർത്തുക. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ. മുബീന, അലീമ, തൻവീൻ ഫത്ഹയിൽ നിർത്തുമ്പോൾ അലിഫിലാണ് വരിക. ഷൈആ,
ചേർത്തി ഓതുമ്പോഴോ ഷൈഅൻ അതഖുദൂനഹു. കണ്ടോ, ഷൈഅൻ. ബുഹ്താനൻ വ ഇസ്മൻ മുബീന. അവിടെയൊന്നും എന്തല്ല, ഹൽക്കിൻ്റെ ഹർഫ് അല്ല. വകൈഫ തഖുദൂനഹു വഖദ് അഫ്ളാ ബഅ്ദുകും ഇലാ ബഅ്ദിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. അതാ അവിടെ വന്നു ഇൽഹാർ. മീസാഖൻ ഗലീളാ. മീസാഖൻ, ഖാഫിന് തൻവീൻ ഫത്ഹ വന്നു, ശേഷം ഹൽക്കിൻ്റെ ഹർഫായ ഗൈൻ വന്നു. അതുകൊണ്ട് എന്ത് വേണം? മീസാഖൻ ഗലീളാ, ഇൽഹാർ ചെയ്യണം. സദഖല്ലാഹുൽ അളീം. അള്ളാഹു കബൂലാക്കട്ടെ. തജ്വീദ് നിയമങ്ങൾ മുഴുവനും കൃത്യമായി പഠിച്ച്, നിയമങ്ങൾ മുഴുവനും പാലിച്ച് ഒരുപാട് ഖത്മുകൾ ഓതാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നിൻ്റെ പരിശുദ്ധ കലാമാണ് അള്ളാഹുവേ. ഞങ്ങൾ ഇത്രയും കാലം ഒരുപാട് ഓതിയിട്ടുണ്ട്, ഒരുപാട് ഖത്മുകൾ തീർത്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഞങ്ങൾ അറിവില്ലായ്മയോ അശ്രദ്ധയോ കാരണം ഒരുപാട് ഖതഉകൾ, ഒരുപാട് തെറ്റുകൾ അള്ളാഹുവേ വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ബോധപൂർവം വരുത്തിയതല്ല, ധിക്കാരപൂർവം ചെയ്തതല്ല. പടച്ചവനെ, ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് വന്നു പോയതാണ്. ഞങ്ങൾക്ക് പുറത്തു തരണം അള്ളാഹുവേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, ധാരാളം തജ്വീദുമായി ബന്ധപ്പെട്ട ഇൽമു പഠിക്കാനും ഖത്മുകൾ തീർത്ത് ഒരുപാട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അതിനുള്ള കാരണമായി ഈ മഹത്തായ തദ്രീബിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ അലിമീങ്ങൾ, ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് ഇത്രയും വലിയ അവസരം തന്നിട്ട് പടച്ചവനെ അതതിൻ്റെ പൂർണ്ണമായ വിധത്തിൽ, രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ഹിമ്മത്തും ഇസ്സത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതൃത്വം അല്ലാഹുവേ സുൽത്താനുൽ ഉലമയുടെ കീഴിൽ അല്ലാഹുവേ ഒരുപാട് റഈസുൽ ഉലമയടക്കം, അല്ലാഹുവേ കോട്ടൂർ ഉസ്താദ് അടക്കം, ബദറുസ്സാദാത്ത് ഖലീൽ തങ്ങൾ പാപ്പയടക്കം, പൊന്മൾ ഉസ്താദ് അടക്കം, പേരോട് ഉസ്താദ് അടക്കം, അല്ലാഹുവേ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഞങ്ങളെ ധാരാളം ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്, സെയ്ദ് അലി ബാഫഖീഹ് തങ്ങളടക്കം. അല്ലാഹുവേ, അവരൊക്കെയാണ് ഇത്രയും ഞങ്ങൾക്ക് ഈ വലിയ സൗഭാഗ്യം, അവസരം തന്നത്. അല്ലാഹുവേ, ഞങ്ങളെ ആലിമീങ്ങളുടെ, സാദാത്യങ്ങളുടെ നേതൃത്വത്തിലെ നിരയിലെല്ലാവർക്കും പടച്ചവനെ അല്ലാഹുവേ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നേതാക്കളിൽ ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹുവേ. താജുൽ ഉലമയടക്കം, നൂറുൽ ഉലമയടക്കം, കൻസുൽ ഉലമയടക്കം, താജുശ്ശരിയ അടക്കം ഒരുപാട് ആലിമീങ്ങളും സാദാത്യങ്ങളും മൺമറഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹുവേ. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ നല്ല മജ്ലിസിൻ്റെ വെളിച്ചവും നൂറും മിസ്ൽ സവാബും കാണിച്ച് അവരൊക്കെ ഖബറിൽ ഇത് കണ്ട് കിടന്ന് അല്ലാഹുവേ ആസ്വദിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പലരും അല്ലാഹുവേ ഈ തദ്രീബ് കുടുംബത്തിലെ ഞങ്ങളെ പലരും ആറടി മണ്ണിലാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി ഞങ്ങളുടെ തദ്രീബ് ക്ലാസ്സിൽ കഴിഞ്ഞ ഒന്നാമത്തെ ബാച്ചിലും ഇപ്പോഴും ഒക്കെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ഉമ്മമാർ മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ, ഭാര്യമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാഹുവേ, ഉപ്പമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാഹുവേ, സഹോദര സഹോദരിമാരും പലരും മരണപ്പെട്ട് ആറടി മണ്ണിലെത്തിയിട്ടുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ അല്ലാഹുവേ ഈ ഖത്മുൽ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ മിസ്ൽ സവാബ് പടച്ചവനെ അവരുടെയൊക്കെ ഖബറുകളിലേക്ക് കാണിച്ചു കൊടുത്ത് അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളെ പലരും രോഗികളാണ് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ ആജിലായ താമായ ശിഫ നൽകണേ അല്ലാഹ്. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകളും വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് അല്ലാഹ്. എല്ലാം നീ തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك
صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك